നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠത്തിലെ മൊളാരിറ്റി എന്ന ടോപ്പിക്കാണ്. മൊളാരിറ്റി മാറിപ്പോലെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. മൊളാരിറ്റി ഉണ്ട്, അതുപോലെ മൊളാലിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോണേ മൊളാരിറ്റിയെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ? ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് കമ്പോണന്റ് കാണും. ഒന്നെന്ന് പറഞ്ഞാൽ സോൾവെന്റ് കാണും, മറ്റൊന്ന് സൊല്യൂട്ട്. എന്താണ് സൊല്യൂട്ട് എന്ന് വെച്ചാൽ ഏത് സാധനമാണോ നമ്മൾ കുറച്ച് എമൗണ്ടിൽ എടുക്കുന്നത് അതാണ് സൊല്യൂട്ട്. എന്താണ് സോൾവെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ കൂടുതൽ എമൗണ്ടിൽ എടുക്കുന്നത് അതാണ് സോൾവെന്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഉപ്പ് എടുത്ത് വെള്ളത്തിൽ കലക്കാൻ പോണെന്ന് വെച്ചോ. അപ്പൊ ഉപ്പല്ലേ വെള്ളത്തിൽ കലക്കുന്നേ, അപ്പൊ ഉപ്പ് കുറച്ചല്ലേ എടുക്കത്തുള്ളൂ, അതുകൊണ്ട് ഉപ്പാണ് സൊല്യൂട്ട്. അതുപോലെ വെള്ളത്തിലല്ലേ എടുക്കുന്നേ, അതാണ് സോൾവെന്റ്. ഏതാണോ നമ്മൾ എടുത്ത് അലിയിക്കാൻ പോണത് അതാണ് സൊല്യൂട്ട്. ഏതിലാണോ അലിയിക്കാൻ പോകുന്നത് അതാണ് ശരിക്കും പറഞ്ഞ സോൾവെന്റ്. അപ്പൊ ഉപ്പ് വെള്ളത്തില് ഉപ്പാണ് സൊല്യൂട്ട്, അതുപോലെ തന്നെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളവും. ഓക്കെ ആണേ. അതുപോലെ ഇനി ഉപ്പിന്റെ അളവ് കൂടുതലോ കുറവോ എന്തുകൊണ്ടാവാലോ, അപ്പൊ അതിനെ പറ്റി പറയുന്നതാണ് കോൺസെൻട്രേഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും തമ്മിലുള്ള റിലേഷനെ പറ്റി പറയുന്നതാണ് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ. ഒരുപാട് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. എന്നാൽ ആ സൊല്യൂഷനിൽ സോൾവെന്റ് വളരെ കൂടുതലും സൊല്യൂട്ട് വളരെ കുറവുമാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയും. അപ്പം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ 4 രീതികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മാസ് പെർസെന്റേജ്, 2 മൊളാരിറ്റി, പിന്നൊന്ന് മൊളാലിറ്റി, പിന്നൊന്നാണ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ എന്തൊക്കെയുണ്ട്? 4 പഠിച്ചു. മാസ് പെർസെന്റേജ്, അതുപോലെ മോൾ ഫ്രാക്ഷൻ, പിന്നൊന്ന് മൊളാരിറ്റി, പിന്നൊന്ന് മൊളാലിറ്റി. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് മൊളാരിറ്റിയെ കുറിച്ചാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ നോക്കിയാണേ. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ശ്രദ്ധിക്കണേ, സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെയും അതുപോലെ സോൾവെന്റിന്റെയും സമ്മാണ്. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും സമ്മാണ് സൊല്യൂഷൻ. അത് ലിറ്ററിൽ വേണം ഇവിടെ എടുക്കാൻ, താഴെ എടുക്കാൻ. ശരി, ഇനി നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീവൺ മാസ്, നമുക്ക് തരുന്ന മാസ് എത്രയാണോ ആ മാസ് ഡിവൈഡഡ് ബൈ ഏതിന്റെയാണോ മാസ് തന്നത് അതിന്റെ മോളാർ മാസ്. ശ്രദ്ധിക്കണേ, നമുക്കിപ്പം NaOH ആണ് തരുന്നതെങ്കിൽ NaOHന്റെ മാസ്, തരുന്ന മാസ് ഡിവൈഡഡ് ബൈ NaOHന്റെ മോളാർ മാസ്. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, ശരി, നമുക്ക് പ്രോബ്ലം ചെയ്യാം. നോക്കാം ക്വസ്റ്റ്യനിലോട്ട്. അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ നോക്കിയാണ് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റർ എന്നല്ലേ പറഞ്ഞേ, ലിറ്റർ. അപ്പൊ നമുക്ക് എന്താണ് യൂണിറ്റ് എന്ന് വെച്ചാൽ മോൾസ് പെർ ലിറ്റർ ആണെന്ത് മൊളാരിറ്റിയുടെ യൂണിറ്റ്. അതുപോലെ തന്നെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ M കൊണ്ടാണ്. മൊളാരിറ്റി സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ M കൊണ്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ ടു പ്രിപ്പയർ 0.1 മോളാർ NaOH സൊല്യൂഷൻ. NaOH സൊല്യൂഷൻ 0.1 മോളാർ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം നോക്കാം ക്വസ്റ്റ്യനിലോട്ട്. നോക്കിയാണേ, മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇതിൽ സംശയമില്ലല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടെത്താം.
അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞു വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പൊ എന്ത് ചെയ്യാം? ഗിവൺ മാസ് ആണ്, ഗിവൺ മാസ് ആണ്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കണം, നമ്മൾ മാസ് എടുക്കാം. മാസ് ബൈ മോളാർ മാസ് the whole divided by, അതായത് നമ്പർ ഓഫ് മോൾസ് ആണ് ഇത്. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇതെങ്ങനെ എഴുതാം? മാസ് ബൈ മോളാർ മാസ്, മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു 1 ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. കൂടെ ഇങ്ങനെ എഴുതാമല്ലോ. മാസ് ബൈ മോളാർ മാസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. നമുക്ക് മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു 1 ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? മൊളാരിറ്റി എങ്ങനെ എഴുതാം നമുക്ക്? മൊളാരിറ്റി നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം. മൊളാരിറ്റി ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. മാസ് ബൈ മോളാർ മാസ് into 1 by volume in liter. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി നമുക്ക് മാസ് ബൈ മോളാർ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മോളാർ മാസ് എന്നെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. NaOH. മോളാർ മാസ് കണ്ടുപിടിക്കാം. സോഡിയം 23 ആണ്, 23 പ്ലസ് ഓക്സിജൻ 16 ആണ്, 16 പ്ലസ് ഹൈഡ്രജൻ 1 ആണ്. സോ കൂട്ടാം. 23 24, 24 പറ്റും 34, 34 6 40. സോ 40 ഗ്രാം ആണ് എന്ത്? NaOH ന്റെ മോളാർ മാസ്. ബാക്കിയെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കിയെല്ലാം കിട്ടും. മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.1 ആണ്. സോ 0.1 ഈക്വൽ ടു മാസ് നമുക്ക് കണ്ടുപിടിക്കണം. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 40 ആണ്, ഇൻറ്റു 1 ബൈ വോളിയം എത്രയാണ്? 1 ലിറ്റർ. സോ എഴുതാം. മാസ് ഈക്വൽ ടു എന്ത് ചെയ്യും? ഇത് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 40 ഇൻറ്റു 0.1 0.4, അതായത് 0.4 ഗ്രാം NaOH എന്ത് ചെയ്യണം? 1 ലിറ്റർ വെള്ളത്തിലിട്ടാൽ എന്താവും? 0.1 മോളാർ സൊല്യൂഷൻ ആവും, NaOH സൊല്യൂഷൻ ആവും. ശ്രദ്ധിക്കണേ. മൊളാരിറ്റി മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു 1 ബൈ വോളിയം എന്ന് എഴുതാം. ഇങ്ങനെ ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി മാസ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.1 ആണ്, 0.1. സോ 0.1 ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ് ഞാൻ കണ്ടുപിടിച്ചു. എത്രയാണ്? 40 ഇൻറ്റു 1 ബൈ വോളിയം 1 ലിറ്റർ ആണ്, 1. സോ മാസ് ഈക്വൽ ടു ഇത് ട്രാൻസ്ലേറ്റ് ഇങ്ങനെ വരും. സോ മാസ് ഈക്വൽ ടു ഇത് അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. മാസ് ഈക്വൽ ടു 0.4 ഗ്രാം, 40 ഇൻറ്റു 0.1 വരും. സോ 0.4 ഗ്രാം NaOH ഇൻ 1 ലിറ്റർ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 0.1 മോളാർ NaOH സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് NaOH ഡിസോൾവ്ഡ് ഇൻ 4 ഗ്രാം വന്നിട്ടുണ്ട്. NaOH 4 ഗ്രാം ഡിസോൾവ്ഡ് ഇൻ എനഫ് വാട്ടർ ടു മേക്ക് ഇറ്റ് 250 ml ഓഫ് സൊല്യൂഷൻ. ശ്രദ്ധിക്കണേ. ഇവിടെ NaOH 4 ഗ്രാം കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? 250 ml സൊല്യൂഷൻ ആക്കിയത്. ശ്രദ്ധിക്കണേ. 250 ml സൊല്യൂഷൻ ആണ്, വാട്ടറിന്റെ അളവല്ല. 4 ഗ്രാം നമ്മൾ എത്രയോ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? 250 ml സൊല്യൂഷൻ ഉണ്ടാക്കിയത്. ശരി, ക്വസ്റ്റ്യൻ ചെയ്യാം. കണ്ടുപിടിക്കേണ്ട മൊളാരിറ്റി ആണ്. സോ മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by number of moles of solute divided by volume of solution. നോക്കാം. നമുക്കിവിടെ മൊളാരിറ്റി ഓഫ് NaOH 4 ഗ്രാം ആണ് തന്നിരിക്കണേ. നമ്പർ ഓഫ് മോൾസ് അല്ല തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞു ഗിവൺ മാസ് ആണ്, മാസ് ബൈ മോളാർ മാസ്. മാസ് ഇപ്പൊ എത്രയാണെന്ന് നമുക്കറിയാം.
4 ഗ്രാം ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ് ഓഫ് NaH ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് NaH എടുക്കാം. സോ മാസ് എത്രയാണ് 4 ഡിവൈഡ് ബൈ മോളാർ മാസ് NaOH നമ്മൾ കുറച്ച് കണ്ടുപിടിച്ചുള്ള എത്രയാണ് 40. സോ 1/10 ആണ്. 1/10 ആണ് ഈക്വൽ ടു 0.1 ഗ്രാം. 0.1 ഗ്രാം ആണ് എന്ത്, സോറി നമ്പർ ഓഫ് മോൾസ് അല്ലേ, 0.1 മോൾസ് ആണ്. 0.1 മോൾസ് ആണ് എന്ത്, നമ്പർ ഓഫ് മോൾസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നോക്കിയാണേ 0.1 മോൾസ് ആണ് കിട്ടണേ. 0.1 മോൾസ് ആണ് കിട്ടിയത് ഈക്വൽ ടു 0.1 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ 250 ml. 250. ശ്രദ്ധിക്കണേ ഇവിടെ ml ലാണ്, നമുക്ക് കണ്ടത് എന്താണ് ലിറ്ററിലാണ്. സോ 0.250 ലിറ്റർ. ശ്രദ്ധിക്കണേ നമുക്ക് എന്ത് ചെയ്യണം, 250 ml എന്നാണ്. നമുക്ക് എന്ത് ചെയ്യണം, അതിനെ 0.25 ലിറ്റർ ആക്കി മാറ്റണം. എന്നാൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്, മറക്കരുത്, ലിറ്ററിലാണ്. സോ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, താഴെ മുകളിലും 100 മൾട്ടിപ്ലൈ ചെയ്യാം. 10/25 എന്ന് വരും. സോ ഈക്വൽ ടു 0.4 മോളാർ സൊല്യൂഷൻ കിട്ടും. സോ നമുക്ക് കിട്ടും 0.4 മോളാർ സൊല്യൂഷൻ കിട്ടും. സോ മൊളാരിറ്റി എത്രയാണ് 0.4. സോ മൊളാരിറ്റി എത്രയാണ് 0.4. ഓക്കെ. സോ ഇതോടുകൂടി ക്ലാസ് മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.